മലയാളി പ്രേക്ഷകരുടെ മനം കീഴടക്കി മമ്മൂട്ടി ചിത്രം ബസൂക്ക. മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബസൂക്ക മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഗെയിമിംഗിൻ്റെതായ ഒരു ലോകം എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഏറ്റവും രസകരമായും ത്രില്ലിംഗായും തന്നെ ആ ലോകം ആവിഷ്കരിക്കുന്നതിൽ ബസൂക്ക വിജയം കൈവരിച്ചിരിക്കുന്നു. കഥ തുടങ്ങുന്നത് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ് യാത്രയിൽ നിന്നാണ്. ഹാക്കറും കട്ട ഗെയിമറുമായ ഹക്കീം ഷാജഹാൻ കഥാപാത്രം സണ്ണി വർഗീസ് യാത്രക്കിടയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പരിചയപ്പെടുന്നു. ഇടയ്ക്ക് ഉടക്കിയും ഇണങ്ങിയുമൊക്കെ ഇരുവർക്കുമിടയിൽ പതിയെ ഒരു സൗഹൃദം രൂപപ്പെടുന്നു. തുടർ യാത്രയിൽ തന്റെ സഹയാത്രികൻ കേവലം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെന്ന കാര്യം സണ്ണി മനസ്സിലാക്കുന്നു. ഒരു സീക്രട്ട് മിഷനുമായി എത്തിയ ഫോറൻസിക് എക്സ്പേർട്ട് ജോൺ സീസറാണ് കൂടെയിരിക്കുന്നതെന്ന് സണ്ണി മനസ്സിലാക്കി. മമ്മൂക്കയാണ് ജോൺ സീസർ. ജോൺ സീസറും കൂട്ടുകാരനും കൊച്ചിയിൽ സിറ്റി SP-യുമായ ബെഞ്ചമിൻ ജോഷയും, അതായത് ഗൗതം വാസുദേവ് മേനോനും കൊച്ചി നഗരത്തെ നടുക്കിയ ഒരു സീരിയൽ റോബറിക്ക് പിന്നാലെയുള്ള അന്വേഷണത്തിലാണ്. കുറ്റവാളികളെ കണ്ടെത്താൻ ജോൺ സീസറും ബെഞ്ചമിൻ ജോഷയ്ക്കും സാധിക്കുമോ? ആ ആകാംക്ഷയിൽ കൊളുത്തിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ബസൂക്കയുടെ പ്ലസ് പോയിന്റ് ബ്രില്യൻ്റായി ഒരുക്കിയ ഒരു തിരക്കഥ തന്നെയാണ്. വളരെ പുതുമ തോന്നിയ കഥ ആദ്യ കേൾവിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ബസൂക്കയെ മമ്മൂട്ടി വിശേഷിപ്പിച്ചത് വെറുതെയൊന്നുമല്ല. ബസൂക്കയിലൂടെ മലയാളം സിനിമ കണ്ടുമടുത്ത ക്രൈം ത്രില്ലറുകളുടെ സ്ഥിരം പാറ്റേൺ കാണിച്ച് വെറുപ്പിക്കാതെ ട്രാക്ക് മാറ്റിപ്പിടിച്ച് ഡിനോ ഡെന്നിസ് തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ തന്റെ വരവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവാഗതരിൽ നിന്നും പ്രതിഭയുടെ സ്പാർക്ക് കണ്ടെത്തി സംവിധായകരെ പിക്ക് ചെയ്യാനുള്ള മമ്മൂട്ടിയുടെ കഴിവ് മലയാള സിനിമയ്ക്ക് പുതിയ അനുഭവമൊന്നുമല്ല. ഇവിടെയും ചരിത്രം ആവർത്തിക്കുകയാണ്. മമ്മൂട്ടിയുടെ ജോൺ സീസർ പല ഷെയ്ഡുകളുള്ള ഒരു കഥാപാത്രമാണ്. സാധാരണക്കാരനായും മിസ്റ്ററി മാനായും ഉന്മാദിയായുമൊക്കെ ഞൊടിയിടയിൽ വേഷപ്പകർച്ച. വളരെ സ്റ്റൈലിഷായാണ് ബസൂക്കയിലെ പല രംഗങ്ങളിലും മമ്മൂട്ടി എത്തുന്നത്. മമ്മൂട്ടിയിലെ താരത്തെയും മമ്മൂട്ടി എന്ന നടനെയും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ ഡിനോ ഡെന്നിസ് എന്ന സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മാസ് എന്റർടൈനർ ചിത്രത്തിൽ പലപ്പോഴും മിസ്സാവുന്ന ആ എലമെന്റ് ഏറ്റവും ബ്രില്യൻ്റായി തന്നെ ബസൂക്ക പൂർത്തീകരിച്ചിട്ടുമുണ്ട്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ അലേർട്ട് ആവുമെന്നതിനാൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ബസൂക്കയുടെ രണ്ടാം പകുതിയിലെ മമ്മൂട്ടി താണ്ഡവം പ്രേക്ഷകരെ ഞെട്ടിക്കുക തന്നെ ചെയ്യും. ഇത്ര നാൾ കണ്ടിട്ടും ഇതുവരെ പ്രേക്ഷകർ കാണാത്തൊരു മമ്മൂട്ടിയുടെ ഭാവങ്ങളെ, സ്വാഗിനെ ബസൂക്കയിൽ ഒരുക്കിയിട്ടുണ്ട്. ബെഞ്ചമിൻ ജോഷുവായി എത്തിയ ഗൗതം വാസുദേവ് മേനോനും നിർണായകമായൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കരിയറിൽ സംവിധായകൻ എന്ന രീതിയിൽ ഗ്രാഫ് അല്പം ഇടിഞ്ഞു നിൽക്കുന്ന ഈ സമയത്തും നടൻ എന്ന രീതിയിൽ തന്റെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് ഗൗതം വാസുദേവ്. ഹക്കീം ഷാജഹാന്റെ സണ്ണി വർഗീസ് എന്ന കഥാപാത്രവും ചിത്രത്തെ ലൈവാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ദിവ്യ പിള്ള, ബാബു ആന്റണി, ഐശ്വര്യ മേനോൻ, ഷൈൻ ടോം ചാക്കോ, സുമിത് നേവൽ, ബിനു പപ്പു, മീനാക്ഷി രവീന്ദ്രൻ, ഡീൻ ഡെന്നിസ്, ഫടികം ജോർജ്, വസിഷ്ഠ് ഉമേഷ് എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ ഭദ്രമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ നിമിഷ് രവിയാണ്. ചിത്രത്തിന്റെ മൂഡ് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ നിമിഷിന്റെ ക്യാമറ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബസൂക്കയുടെ പശ്ചാത്തല സംഗീതവും ഇംപ്രസിംഗ് ആണ്. മൊത്തത്തിൽ ഒരു ഓളം തീർത്ത് ചിത്രത്തിന്റെ വൈബ് നിലനിർത്തി കൊണ്ടുപോകുവാൻ മ്യൂസിക് ഡയറക്ടറായ മിഥുൻ മുകുന്ദന് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സംഗീതവും ഒറിജിനൽ സ്കോറും ഒരുക്കിയിരിക്കുന്നത് മിഥുനാണ്. നിഷാദ് യൂസഫും പ്രവീൺ പ്രഭാകറുമാണ് ചിത്രത്തിന്റെ എഡിറ്റർമാർ. പലയിടത്തും ത്രില്ലിംഗ് ആയൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിന്റെ അന്തരീക്ഷം നിലനിർത്താൻ എഡിറ്റിംഗിന് കഴിഞ്ഞു. ഒരു മമ്മൂട്ടി ആരാധകനല്ലെങ്കിൽ കൂടി അഭിനയത്തോട് അടങ്ങാത്ത ആർത്തി സൂക്ഷിക്കുന്ന കഥാപാത്രമായി അഴിഞ്ഞാടുന്ന ഒരു മമ്മൂട്ടിയെ കണ്ട് വിസ്മയത്തോടെ മാത്രമേ നമുക്ക് തിയേറ്റർ വിടാനാകൂ.